ഞങ്ങളെല്ലാവരും കയറിയില്ല കേട്ടോ. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഞങ്ങൾ 5 പേര് മാത്രമാണ് അവിടെ കയറിയത്. അപ്പോൾ ഇതൊരു ചുറ്റും ഒരാൾക്ക് 50 രൂപയാണ് ചാർജ് കൊടുത്തിട്ട് നമ്മളിവിടെ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് നമുക്ക് കയറാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ കുറച്ച് പേര് കയറി. അപ്പോൾ കുറച്ച് പേര് കയറാതിരുന്നവർക്ക് വേറൊരു സർപ്രൈസ് ഉണ്ട് കേട്ടോ. അവർക്ക് അവിടെ ഡോൾഫിനെയൊക്കെ കാണാൻ പറ്റി സൈഡിൽ. അപ്പോൾ ഞങ്ങൾക്കത് കാണാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് കയറി, നമ്മുടെ ഡോണാപോളിലേക്ക് കയറി. ഡോണാപോളിലെ വിശേഷങ്ങൾ, അവിടുത്തെ കാഴ്ചകളൊക്കെയാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊരു സ്മാരകമാണ് കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് നോക്കിയപ്പോൾ ഇതിൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത്, കൊളോണിയൽ ഭരണകാലത്ത് ഗോവയിലെ വൈസ്രോയുടെ മകൾ ഡോണാപോൾ എന്ന പേരിലാണ് ഈ ചരിത്ര സ്മാരകം അറിയപ്പെടുന്നത്. അതായത് ഈ ഡോണാപോള വളരെ ദയവുള്ള ഒരു സ്ത്രീയായിരുന്നു. അവർ ഗോവയിലെ പ്രാദേശിക മത്സ്യത്തൊഴിലാളികളൊക്കെ അവരുടെയൊക്കെ ഭയങ്കര ഹെൽപ്പ് ചെയ്തിരുന്ന ആൾക്കാരാണ്. അതുകൂടാതെ അവിടുത്തെ ഒരു മത്സ്യത്തൊഴിലാളിയായി പ്രണയത്തിലാവുകയും അവനെ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ അവരുടെ ബന്ധം അവളുടെ പിതാവ് സമ്മതിച്ചില്ല. അപ്പം അതിൻ്റെ ഒരു ഇതായിട്ട് അവൾ ആ പാറയിൽ നിന്ന് വീഴുകയും, അതായത് സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തു. അപ്പം അങ്ങനെയാണ് ഈ ഒരു ഡോണാപോള എന്ന് പറഞ്ഞ ഈ ഒരു ചരിത്ര സ്മാരകം ഇവിടെ വന്നത്. അപ്പോൾ ഇപ്പോൾ ഇവിടുത്തെ നാട്ടുകാരൊക്കെ കൂടെ അവിടുത്തെ ആളുകൾ ഈ ഒരു സ്ഥലത്തിന് എന്താ പറയുക, ലവേഴ്സ് പാരഡൈസ് എന്നൊരു പേരിലും ഈ ഒരു ചരിത്ര സ്മാരകം അറിയപ്പെടുന്നുണ്ട് ലോക്കൽസിൻ്റെ ഇടയിൽ. അപ്പോൾ ഇതൊക്കെയാണ് ഫ്രണ്ട്സ് ഇവിടുത്തെ ഒരു ചെറിയൊരു ഹിസ്റ്ററി. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ. കുറേ കാണാൻ പറഞ്ഞാൽ ആ കാഴ്ചയിൽ ആ ഒരു ഭംഗി, പിന്നെന്താണ് കുറേ സിനിമകൾക്ക് ഷൂട്ടൊക്കെ ചെയ്തിട്ടുള്ള, ഒരുപാട് സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ള സ്പോട്ടാണ്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളിത് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ബാക്കി ഞാൻ പറഞ്ഞില്ല, കുറച്ച് പേര് താഴെ നിന്നേച്ചു. അപ്പോൾ അവരൊക്കെ ഷോപ്പിംഗ് ചെയ്തിരുന്നു. പിന്നെ ഞങ്ങളും വന്നിട്ട് ആകെ ഞാൻ വാങ്ങിയതെന്ന് പറഞ്ഞത് ഇവിടെ നിന്നാണ് കേട്ടോ. ഇവിടെ നിന്ന് ഞാൻ ജസ്റ്റ് 2 ബാഗൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തിരിച്ചു. ഫ്രണ്ട്സ്, നമ്മൾ അടുത്ത സ്പോട്ട് എത്തി, മിറാമർ ബീച്ചിലേക്കാണ് നമ്മളിപ്പോൾ കയറാൻ പോണത്. ആദ്യം എല്ലാവർക്കും മടിയുണ്ടായി, എന്തായിരിക്കും വല്ലതും കാണാനൊക്കെ ഉണ്ടാവുമോ. പിന്നെ ഓക്കെ, എന്തായാലും ഇറങ്ങി ഒന്ന് കുറച്ച് നേരം കാറ്റൊക്കെ കൊള്ളാമെന്ന് ഓർത്ത്. വെയിലായതുകൊണ്ടാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മൾ വെയിൽ കൂടിയ സമയത്ത് പോകുമ്പോൾ ഇതുപോലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ ഞങ്ങൾ ബീച്ചിലേക്ക് നടക്കണതാണ്. അപ്പോൾ അവിടെ കുറേ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല തണലുണ്ടായിരുന്നു. അത്യാവശ്യം പ്രത്യേകിച്ച് നല്ല പൊരിഞ്ഞ വെയിലായിരുന്നു. ഈ നട്ടുച്ചയ്ക്ക് ആര് വരാനാണ്. അപ്പോൾ ഇതാണ് മിറാമർ ബീച്ച്. അപ്പോൾ എന്തായാലും ബീച്ച് കണ്ട് ഞങ്ങൾ അവിടെ ബീച്ചിൻ്റെ അങ്ങോട്ടൊന്നും ഞങ്ങൾ ഇറങ്ങിയില്ല, കാരണം പ്രത്യേകിച്ചൊന്നും കാണാനില്ല. അപ്പോൾ നോർമൽ ബീച്ച്. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങളെല്ലാവരും കൂടെ കുറച്ച് നേരം സംസാരിച്ച് റീൽസ് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ച്. പിന്നെ അവിടെ നമുക്ക് ഇരിക്കാനുള്ള ചെറിയൊരു സ്പേസൊക്കെ ഉണ്ട്. അപ്പോൾ അവിടേക്ക് ഇരുന്ന് കുറച്ച് നേരം റിലാക്സ് ചെയ്യലാണ് ഇപ്പം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 3, 2, 1. അതെ ഒന്നുകൂടെ
ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതേ നിങ്ങൾ കണ്ടത് ഇതൊക്കെയാണ് കാഴ്ചകൾ. ലാസ്റ്റ് നമ്മൾ മിറാബർ ബീച്ചിലും കൂടെ കയറി അതിനുശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിച്ചിട്ട് നമുക്ക് നമ്മുടെ ഗോവയിലെ മെയിൻ ഒരു സ്പോട്ടും കൂടെ കാണാനുണ്ട്. അപ്പോൾ അതും കൂടെ കഴിഞ്ഞിട്ടാണ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ ആ കാഴ്ചകളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ്. ബൈ ഫ്രണ്ട്സ്.